കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന 5 ടൈപ്പ് ഡിസ്ചാർജിനെ പറ്റിയിട്ടാണ്. ഒരു 4 ടൈപ്പ് ഡിസ്ചാർജും 5ാമതായിട്ടുണ്ടാകുന്ന ഒരു മാറ്റവും ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പ്രഗ്നൻസി ഡിസ്ചാർജിനെ പറ്റിയിട്ട് എത്ര കേട്ടാലും പലർക്കും സംശയം മാറുന്നില്ല. ഏതൊക്കെ ടൈപ്പ് ഡിസ്ചാർജ് ഉണ്ടാകും, ഇത് എത്രത്തോളം വന്നാലാണ് പ്രഗ്നൻസി ആകുന്നത്, ഏത് സമയത്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഡിസ്ചാർജ് ഇല്ലാതെ പ്രഗ്നൻസി ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള എല്ലാ ഓൾമോസ്റ്റ് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്കുണ്ടാകുന്ന പ്രഗ്നൻസി ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അത് ഒരുപാട് പേർക്ക് ഉണ്ടായ ഒരു പ്രഗ്നൻസി ഡിസ്ചാർജ് എന്ന് പറയുന്നത് എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജാണ്. നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്ചാർജില്ലേ, അതേ ഡിസ്ചാർജ് തന്നെ നമുക്ക് ആ ഒരു പ്രഗ്നൻസി ആകുന്ന സമയത്തും ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം, ഏറ്റവും ആദ്യം നമുക്ക് ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാകുന്നത് നമ്മുടെ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഓവുലേഷൻ നടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ സെർവിക്സ് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി ഇതെന്തുകൊണ്ടാണ് പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഗ്നൻസി ആകുമ്പോഴേക്കും സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. കാരണം കൂടുതലായിട്ട് അണുക്കളൊന്നും ശരീരത്തിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് ക്ലോസ്ഡ് ആകുന്നു. അതുപോലെ തന്നെ സെർവിക്സിന് ആ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ, ഗർഭാശയ മുഖം എന്നാണല്ലോ സെർവിക്സിനെ പറയുന്നത്, ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഗർഭപാത്രത്തിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെർവിക്സ് തന്നെ അവിടെ ഒരു ലെയർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം എഫിഷ്യൻ്റ് ആയിട്ട് നടക്കണമെങ്കിൽ അതിലോട്ട് എത്തേണ്ട വൈറ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലോട്ട് തന്നെ എത്തണം. അതിന് വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്തുണ്ടായിരുന്നത് പോലെ തന്നെയുള്ള എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് കൂടുതലായിട്ട് കാണുന്നു. ചിലവർ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഡിസ്ചാർജ് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇനി ഓവുലേഷൻ ഒന്നും കൂടി നടക്കുകയാണോ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഏകദേശം റെഗുലർ പീരിയഡ്സ് പോകുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ഡിസ്ചാർജ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇറഗുലർ പീരിയഡ്സ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ഡിസ്ചാർജ് വരുന്നത് പ്രഗ്നൻസി ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അവർക്ക് പീരിയഡ്സ് റെഗുലർ ആയതുകൊണ്ട് ഇൻ കേസ് ഓവുലേഷൻ നടക്കുന്നത് കൊണ്ടാണോ ഈ ഒരു ഡിസ്ചാർജ് വരുന്നത് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഡിസ്ചാർജ് എഗ് വൈറ്റ് ടെക്സ്ചർ തന്നെയായിരിക്കും. അതായത് എഗ് വൈറ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് പച്ചമുട്ടയുടെ വെള്ളയില്ലേ, ആ ഒരു കളറായിരിക്കും. ആ ഒരു കളർ ഇല്ലാത്ത ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കളർ, ആ എഗ് വൈറ്റ് ടെക്സ്ചറിൽ വൈറ്റ് ഡോട്ട് 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 പോലെ ഉണ്ടാകുന്ന ഡിസ്ചാർജ്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവില്ല. നമ്മുടെ നീച്ചൂസ് വേൾഡ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ഗൂഗിളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അതിൽ ഏർലി പ്രഗ്നൻസി വജൈനൽ ഡിസ്ചാർജ് ലൈവ് ഡെമോ എന്ന് പറയുന്നൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പ്രഗ്നൻസി ഡിസ്ചാർജ് ലൈവായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായിരുന്നത് ആ ഒരു ഡിസ്ചാർജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ എഗ് വൈറ്റ് ടെക്സ്ചറിൽ വൈറ്റ് ഡോട്ട് ഡോട്ട് വരുന്ന ഡിസ്ചാർജ്. ആദ്യത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് ഡിസ്ചാർജ് ഉണ്ടായിരുന്നതുകൊണ്ട് ഓർമ്മയില്ല. കാരണം ഇതെങ്ങനെയാണ് പ്രഗ്നൻസി ആവുമെന്ന് അറിയാത്തൊരു പ്രായമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് അന്നത്തെ ഓർമ്മയില്ല. പക്ഷേ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജിൽ വൈറ്റ്, നമ്മളിപ്പോൾ അരിപ്പൊടിയുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കട്ട പോലെ കിടക്കില്ലേ, അതുപോലെ ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഡിസ്ചാർജ് വരുന്നുണ്ടായിരുന്നു. അതാണ് രണ്ടാമതുണ്ടായിരുന്ന ടൈപ്പ് ഡിസ്ചാർജ്. മൂന്നാമത്തെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എഗ് വൈറ്റ് ടെക്സ്ചറിൽ, എഗ് വൈറ്റ് മിക്സ്ചറോട് കൂടിയിട്ടുള്ള വൈറ്റ് ഡിസ്ചാർജ്. അതായത് നമ്മളിപ്പോൾ പാൽപ്പാടയുടെ പോലെയുള്ള ഡിസ്ചാർജ് എന്നൊക്കെ പറയില്ലേ, പാൽപ്പാടയുടെ കണക്കിയുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു ക്രീമിൻ്റെ പോലെയുള്ള ഡിസ്ചാർജ്. ഇത് നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കി ആയിരിക്കില്ല. അതായത് ഒന്നിങ്ങനെ നമ്മൾ വലിച്ച് നീട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വലിച്ച് നീട്ടുന്ന കയ്യിൽ ഒട്ടി നിൽക്കില്ല. ഇത് രണ്ട് കയ്യിൽ നമുക്കൊന്ന് പയ്യൊന്ന് നീട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അതാണ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത്. മിൽക്കി വൈറ്റ് ആയിട്ടുള്ള, അതായത് വൈറ്റ് കളറോട് ചേർന്നിട്ടുള്ള വലിച്ച് നീട്ടാനായിട്ട് പറ്റുന്ന ടൈപ്പുള്ള ഡിസ്ചാർജ് ആയിരിക്കും മൂന്നാമതായിട്ട് നമുക്കുണ്ടാകുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഡിസ്ചാർജാണ് ബ്രൗൺ ഡിസ്ചാർജ്. ബ്രൗൺ ഡിസ്ചാർജ് വരുമ്പോഴേക്കും പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് പീരിയഡ്സിൻ്റെ ആണോ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ടാണോ ഈ ബ്രൗൺ ഡിസ്ചാർജ് വരുന്നതെന്ന് പലരും തിങ്ക് ചെയ്യാറുണ്ട്. നോർമലി നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ബ്രൗൺ ഡിസ്ചാർജ് ഉള്ളവർക്ക് ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമുക്ക് ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ
പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഇല്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഏകദേശം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ബ്രൗൺ കളറിൽ ഡിസ്ചാർജ് വരുന്നത് ഇംപ്ലാന്റേഷൻ്റെ ആ ഒരു സ്പോട്ടിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ഒരു ഡിസ്ചാർജ് ആയിട്ടോ നിങ്ങൾക്ക് ഉണ്ടാകാം. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കുറച്ച് ആ ഭാഗത്തുള്ള ടിഷ്യൂസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മുടെ എഗ്ഗ് വന്ന അവിടെ ഫെർട്ടിലൈസേഷൻ അവിടെ നടക്കുന്നത്, എംബ്രിയോ വന്ന അവിടെ ഫെർട്ടിലൈസ്ഡ് ആവുന്നത്. അപ്പോൾ ഇത് ഫെർട്ടിലൈസ്ഡ് ആകുമ്പോൾ ടിഷ്യൂസ് റിമൂവ് ചെയ്യുമ്പോഴേക്കും ആ ടിഷ്യൂസ് പുറത്തേക്ക് പോരാറുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ പുറത്തേക്ക് പോരുന്നത് ചിലപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള പീരീഡ്സിൽ ഉണ്ടായിട്ടുള്ള ലെഫ്റ്റ് ഓവർ ബ്ലഡ് ചിലപ്പോൾ അവിടെ കുറച്ചുണ്ടാകും. അതും കൂടി ആയിട്ട് മിക്സ്ഡ് ആയിട്ടായിരിക്കും ഇതിങ്ങനെ പുറത്തേക്ക് പോരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പലർക്കും ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജും അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ഇനി ഇത് എപ്പോഴൊക്കെയാണ് കാണുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷമുള്ള ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ചാർജ് കാണാനായിട്ട് സാധിക്കും. അതാണ് എല്ലാവരുടെയും ഒരു സംശയം. അതിനുശേഷം കാണില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണും. നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡ് ഏകദേശം പീരീഡ്സ് മിസ്സാവുന്ന സമയം മുതൽ ആ ഒരു ടൈം മുതൽ തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ആ ഒരു ട്രൈമസ്റ്റർ വരെ ഈ ഒരു ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് നിങ്ങൾക്ക് പീരീഡ്സ് മിസ്സാവുന്നതിന് മുൻപ് ഈ ഡിസ്ചാർജ് ഇല്ലെങ്കിലും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ചിലർക്ക് സെക്കൻഡ് ടൈമൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഡിസ്ചാർജൊക്കെ കാണുന്നത് കേട്ടോ. രണ്ടാമതായിട്ട് എല്ലാവരും ചോദിക്കുന്ന കാര്യം, ഈ ഡിസ്ചാർജ് എങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ട് വരുമ്പോഴാണോ നമ്മളിത് ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നോർമലി എല്ലാവർക്കും വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകും. വജൈനയിൽ തന്നെ ഉണ്ടാകുന്ന ക്ലീനിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ ഉണ്ടാകുന്നത്. നോർമലി ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. അത് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും അത് കാണുന്നത്, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ പാൻറ്റീസിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാകും. ഇത് പറ്റി പിടിച്ചിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. നമ്മൾ വലിച്ചു നീട്ടാൻ പോയി കഴിഞ്ഞാൽ പറ്റില്ല, ഇങ്ങനെ കട്ടയായിട്ട് തന്നെ ഇതിങ്ങനെ ഇരിക്കും. ആ ടൈപ്പ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജാണ്. അതല്ലാതെ ക്വാണ്ടിറ്റി കൂടിയിട്ട്, അതായത് കൂടുതൽ അളവിൽ ഈ ഒരു ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിൻ്റെ ചാൻസ് ഉണ്ട്. അതോടൊപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ വജൈനൽ ഡിസ്ചാർജ് കൂടുതൽ പോകുന്നതിനോടൊപ്പം ഫൗൾ സ്മെല്ല് ഇല്ല നിങ്ങൾക്ക്. അതായത് നമുക്ക് അസഹനീയമായിട്ടുള്ള സ്മെല്ലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അല്ലെങ്കിൽ പുകച്ചിലോ ഒന്നും അവിടെ ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. സാധാരണയായിട്ട് നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന വജൈനൽ ഡിസ്ചാർജിന് ഫൗൾ സ്മെല്ലില്ല, ദുർഗന്ധമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് മൂക്കിലോട്ട് മണത്ത് കയറ്റി കഴിഞ്ഞാൽ ചെറിയൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അതല്ലാതെ നമുക്കത് മണത്ത് നോക്കുമ്പോൾ സ്മെല്ല് ഉണ്ടാകില്ല, നിങ്ങൾക്ക് വജൈനയുടെ ഭാഗം ചൊറിച്ചിലുണ്ടാവില്ല, പുകച്ചിലൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം ഈസ്റ്റ് ഇൻഫെക്ഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കേട്ടോ. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഡ്രൈ ആയിട്ടുള്ള സമയത്ത്, പ്രഗ്നൻസി ആകുന്ന സമയത്ത് ചിലർക്ക് ഡ്രൈ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? അത് പ്രഗ്നൻസി ആയതിൻ്റെ ആണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നോർമലി നമുക്ക് സെർവിക്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു എന്ന് പറഞ്ഞാലും എല്ലാവരുടെയും കേസിൽ അതുപോലെ ഉണ്ടാവില്ല. ബ്ലഡ് സർക്കുലേഷൻ കൂടും, അത് ആ ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പലർക്കും ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലർക്കൊക്കെ ഡ്രൈ ആയിരിക്കും. ഈ ഡ്രൈനെസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് ചിലർക്കൊക്കെ എന്ന് പറയുന്നത് അവരുടെ ഹോർമോൺസിൽ വരുന്ന ആ ഒരു പെട്ടെന്നൊരു ഹൈക്ക് വരുന്നത് പറ്റാതെ, ആ ഹൈക്ക് വരുന്നതിനായിട്ട് ബോഡി ഇങ്ങനെ അഡോപ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും പലർക്കും വജൈനൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാം. ഒരുപാട് പേർക്ക് ഏർലി പ്രഗ്നൻസി സിംറ്റം ആയിട്ടും വജൈനൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വജൈന ഡ്രൈ ആകുന്നുണ്ടെങ്കിലും അതിലും ഒരു ചാൻസ് നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വജൈനൽ ഡിസ്ചാർജൊക്കെ കൂടുതൽ കാണുന്ന സമയത്തൊക്കെ ശരീരം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഡിസ്ചാർജ് ഇല്ലെങ്കിലും നിങ്ങൾ ശരീരത്തെ ശ്രദ്ധിക്കണം. എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരീഡ്സ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 4 ടൈപ്പ് ഡിസ്ചാർജ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഉണ്ടാകുന്നത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആയിരിക്കും. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഒരുപാട് ഹെവി ഒന്നുമല്ല, ചെറുതായിട്ടുള്ളൊരു ബ്ലീഡിങ്ങും നമുക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ലക്ഷണങ്ങളില്ലെങ്കിലും ശരീരം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ പീരീഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പീരീഡ്സ് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫ്ലോ എത്രത്തോളമാണ്, അതായത് ഒരുപാട് ബ്ലഡ് പോകുന്നുണ്ടോ, നോർമലി പീരീഡ്സിൽ ഉണ്ടാകുന്ന അത്രയും ബ്ലീഡിംഗ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേരിപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ് വന്നിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് ആകുന്നവരുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.